ലഹരിമുക്ത ജീവിതം നയിക്കാൻ വേണ്ടി ഓരോ ജില്ലകളിലും അതാത് ജില്ലകൾ അനുസരിച്ച് ഡി അഡിക്ഷൻ സെന്ററുകളുണ്ട്. നമ്മുടെ മക്കളൊക്കെ ലഹരിക്ക് അടിമപ്പെട്ട മക്കളെ മാറ്റി നിർത്താനല്ല ഇസ്ലാം പറയുന്നത്, അവരെ ചേർത്ത് നിർത്തണം, അവരെ നന്നാക്കണം, ഉപദേശിച്ച് നന്നാക്കണം. അതുകൊണ്ട് നന്നായില്ലെങ്കിൽ ഡി അഡിക്ഷൻ സെന്ററുകളുണ്ട്, അവിടെ കൊണ്ടുപോയി വിട്ട് ഗവൺമെന്റിന്റെ തന്നെ 5 പൈസ കൊടുക്കേണ്ട, നയാ പൈസ കൊടുക്കേണ്ട, കൊണ്ടേ കൊടുത്തിട്ട് അവരെ നന്നാക്കി എടുക്കണം. അതിന് അവർ കൂടി ഒന്ന് പ്രചോദനം വരണം, മക്കൾ കൂടി ഒന്ന് തയ്യാറാകണം. ഇന്ന് ആണുങ്ങളെക്കാൾ കൂടുതൽ ഡ്രഗ്സ് അടിച്ചുകൊണ്ട് നിലകൊള്ളുന്നത് പെൺകുട്ടികളാണ്. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ, പെൺകുട്ടികൾ ഉറഞ്ഞു തുള്ളുകയാണ്. ബസ്സിൽ അങ്ങോട്ടടി, ബസ്സിൽ കയറുന്നവരോട് മുടി കുത്തിപ്പിടിച്ച് ഇങ്ങോട്ടടി, എല്ലാ പരിപാടിയുണ്ട്. കഥകളി നടക്കാണ്ട്, കള്ളു കുടിച്ചിട്ട് പുറത്തിറങ്ങിയിട്ട് എല്ലാം കിടന്ന് ബഹളമാണ്. പോലീസുകാരുടേതാകുന്ന ജീപ്പിന്റെ ചില്ലിടിച്ച് പൊട്ടിക്കുന്നു. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്. ബസ്സിൽ കയറി കേടിന്ന് കൂത്തി ഇടിച്ച് മറിഞ്ഞ് അവസാനം ബസ്സിലുള്ളവരെല്ലാം ഒരു പെണ്ണിന്റെ മുടി കുത്തി പിടിച്ച് ഇടിച്ചിട്ട് അവരവിടെ വലിച്ച് താഴേക്ക് ഇടുന്നത് ഒക്കെ കള്ളാണ്, ലഹരി. ആര്? പെണ്ണുങ്ങൾ. ഒന്ന് ആലോചിച്ച് നോക്ക്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. സ്ത്രീകൾ ഇത് ഈ ഒരു രീതിയിലേക്ക് എത്തുന്ന കാലഘട്ടം. പുരുഷന്മാർ പിന്നെ വർഷങ്ങളായിട്ട് ഈ പരിപാടി എന്ന് പറയാം. ഇതിപ്പോ ഇതിലേക്ക് എത്തി, ഇത്രത്തോളം ലഹരി. ഇതൊരു നിസാരവൽക്കരിച്ച് പരസ്യമായിട്ട് ബീവറേജിന്റെ മുന്നിൽ പോയി സാധനങ്ങൾ കൈകൊണ്ട് വാങ്ങുന്നത്, റീൽസ് ചെയ്തിട്ട് അതിലൂടെ 10 ലൈക്ക് സമ്പാദിച്ച് ഇൻസ്റ്റഗ്രാം പേജ് ജനങ്ങളെ കൊണ്ട് ലൈക്ക് ചെയ്യിപ്പിക്കുന്ന യുഗം. നമ്മുടെ പെൺകുട്ടികൾ, അള്ളാഹു നമ്മളെ കാക്കട്ടെ. പരസ്യമായിട്ട് കള്ളിഷാപ്പിലേക്ക് പോവാ കൂട്ടുകാരികളായിട്ട് ഒന്നിച്ച്. എന്നിട്ടോ കള്ളിഷാപ്പിൽ പോയിട്ട് അവിടെ നല്ല തലക്കറി, നല്ല വിഴിഞ്ഞത്തൊക്കെ കിട്ടുന്ന നല്ല തലക്കറി പോലെ സെറ്റ് തലക്കറി, മീനിൻ്റെ തലക്കറിയൊക്കെ വെച്ച് അതോടൊപ്പം എന്ത് ചെയ്യുക, നല്ല കള്ളും വാങ്ങിച്ച്, തെങ്ങ കയറിയിട്ട് ആരെങ്കിലും കൊണ്ടുവന്ന കള്ളുണ്ടാവും, അതൊക്കെ വാങ്ങിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതെല്ലാം വീഡിയോ പിടിച്ചിട്ട് അതൊക്കെ റീൽസ് ചെയ്തിടുക. ആരാ? ഉമ്മച്ചി കുട്ടികളാണ്, നമ്മുടെ കൗമിൻ്റെ കുട്ടികൾ. ഇത് ഇങ്ങനെ ചെയ്യരുതേ എന്ന് ഒരു ഉസ്താദ് പ്രസംഗിച്ചാൽ പറയും, ഓ സ്ത്രീ വിരുദ്ധത പ്രസംഗിച്ച്. മുസ്ലിയാർ ഏത് കാലത്താണ് ജീവിക്കുന്നത്? 2025 എത്തി മുസ്ലിയാരെ. ഇപ്പോഴും നിങ്ങളുടേതാകുന്ന ഈ പഴഞ്ചനാശയം കൊണ്ടുവന്നില്ല. പിന്നെ ദീപിനെ ആരോട് പറയാനുള്ളതാണ്? മുസ്ലിം സമുദായത്തിലേതാകുന്ന ഉമ്മത്തിനെ നന്നാക്കാനും അവരെ ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുക്കാനുമാണ് ദീന്. അത് ഇന്ത്യ രാജ്യത്തെ ജനാധിപത്യതാകുന്ന വിശ്വാസികൾക്ക് അനുവദിച്ചു കൊടുത്തിട്ടുള്ളതാകുന്ന ഭരണഘടനയാണുള്ളത്. മതത്തിന്റെ ആശയങ്ങൾ പറയാനും അത് പ്രചരിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഇവിടെ ആർട്ടിക്കിൾ കൃത്യമായി വിഭാവനം ചെയ്യുന്നുണ്ട്. അതനുസരിച്ചിട്ടുള്ള പ്രബോധനമേ ചെയ്യുന്നുള്ളൂ. ഇഷ്ടമുള്ളവർക്ക് ഈ ദീനനുസരിച്ച് നിലകൊള്ളാം, ഇഷ്ടമില്ലാത്തവർ ദീനിൽ നിന്ന് ദീനിൽ നിന്ന് പുറത്തു പോ. എന്തിനാ മുസ്ലിമായി നിന്നിട്ട് പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആദർശത്തെ നിങ്ങൾ കരിവാരിത്തേക്കുന്നത്? നിങ്ങൾക്ക് തലമറയ്ക്കാൻ മേലെ, നിങ്ങൾക്ക് മാറുമറയ്ക്കാൻ മേലെ അത്തരത്തിലുള്ളതാകുന്ന സൗകര്യങ്ങൾ, ഇതൊന്നും മറക്കാതെ തുണിയില്ലാതെ നടക്കാൻ പറ്റുന്ന പാശ്ചാത്യ രാജ്യങ്ങളും പാശ്ചാത്യ സംസ്കാരങ്ങളെ പുണരുന്നവരുമുണ്ട്. ആ ആദർശം നിങ്ങൾ പരിപൂർണമായി വിഴുങ്ങിക്കോ. മുസ്ലിമായി നിന്നുകൊണ്ട് ഇസ്ലാമിന്റെ ആദർശത്തെ പറയിപ്പിക്കരുത്, ഇസ്ലാമിന്റെ ആദർശങ്ങളിൽ കരിവാരി തീർക്കരുത്. മുസ്ലിമായി നിന്നുകൊണ്ട് മോശപ്പെട്ട ശൈലി പാടില്ല. മുസ്ലിമായി നിന്നുകൊണ്ട് ഹറാമായ തലത്തിലേക്ക് കണ്ണും കാതും ശരീരത്തിന്റെ അവയവങ്ങളും കൊണ്ടുപോകാൻ പാടില്ല. ഇസ്ലാമിൽ നിന്ന് മാറി നിന്നോ, നിങ്ങൾക്ക് സ്വാതന്ത്ര്യമാണ്. ഇത് ഇഷ്ടമുള്ളവർക്ക് തിരഞ്ഞെടുക്കാം, ഇഷ്ടമില്ലാത്തവർ ആ ദീനിൽ നിന്ന് പൊയ്ക്കോ എന്നാണ് അല്ലാഹ് പറഞ്ഞത്. ഇവിടെ ദീനിൽ ആരെയും നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തുകയില്ല, നടത്തിയിട്ടുമില്ല, നടത്താനും പാടില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ എന്നാണ് ഖുർആൻ പറഞ്ഞത്. ലാ ഇക്റാഹ ഫിദ്ദീൻ. ദീനിൽ ആരെയും നിർബന്ധിച്ചുള്ള ഒരു പരിപാടിയും ഇല്ല. ഇഷ്ടമുണ്ടെങ്കിൽ എടുക്കാം, ഇഷ്ടമില്ലെങ്കിൽ അല്ലാഹ് അവന്റെ വഴിക്ക് പോട്ടെ. നാളെ ആഖിറത്തിൽ ഇതൊക്കെ പടച്ചറബ് ചോദ്യം ചെയ്യപ്പെടും. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ട് എന്നുള്ള വിശ്വാസമുള്ള സമൂഹത്തോടാണ് ഇത് ഉണർത്തുന്നത്. നന്നായിക്കോ. ഈ ലഹരിയൊന്നും നമ്മൾ ഒരിക്കലും രക്ഷപ്പെടുത്തൂല. ഒരു സിഗരറ്റ് പോലും നമ്മൾ വലിക്കണ്ട. റമദാൻ വരികയാണ്. റമദാനെ മുൻനിർത്തിയിട്ട് വാപ്പ ഒന്ന് മാറി ചിന്തിക്ക്. നിങ്ങളുടെ ഈ സിഗരറ്റ് വലിയാണ് മക്കളെ ഈ ഒരു നീചവൃത്തിയിലേക്ക് എത്തിച്ചത്. 8ാം ക്ലാസ്സിലും 9ഉം 10ലും +1 ഒക്കെ പഠിക്കുന്ന പെൺകുട്ടികളടക്കം മാരകമാകുന്ന ലഹരി ഉപയോഗിക്കുകയാണ്. മലപ്പുറം ജില്ലയിലെ ഒരു സ്കൂളിൽ, ഗവൺമെന്റ് സ്കൂളിൽ, ബാക്ക് ബെഞ്ചിൽ ഇരുന്നിട്ട് പെൺകുട്ടികൾ ഉറക്കം തൂങ്ങുന്ന ദൃശ്യയിൽപ്പെടുകയാണ്. ക്ലാസ് ടീച്ചർക്ക് എന്തോ സംശയം തോന്നി. അവരെ സ്റ്റാഫ് റൂമിൽ കൊണ്ടുപോയി ശരിക്കൊന്ന് പരിശോധിച്ചു. നോക്കിയപ്പോൾ കാലിലിട്ടിരിക്കുന്നതാകുന്ന ഷോക്സിന്റെ അടിഭാഗത്ത്, കാലിന്റെ താഴ്ഭാഗത്ത് ബ്ലേഡ് കൊണ്ട് ചെറുതായിട്ട് മുറിവുണ്ടാക്കിയിട്ട് അതിലേക്ക് പുകയില വെച്ചിട്ട് ഷോക്സ് ഇട്ട് അവർ നല്ലതുപോലെ ഷൂ ഇട്ട് സെറ്റായിട്ടിരിക്കുകയാണ്. ആ 6 കുട്ടികളും മുസ്ലിം വനിതകളാണെന്നുള്ളത് അറിയണം. ഇവിടെയാണ് നമ്മുടെ തലമുറ. കൈയിടതാകുന്ന നഖം വെട്ടുമ്പോൾ ഒന്ന് നഖത്തിന്റെ ഒരല്പം ഒന്ന് കയറ്റി ഉമ്മ വെട്ടിയാൽ ഉമ്മയെ കൊണ്ട് നഖം വെട്ടിക്കാത്ത പുതിയ മക്കളുള്ള കാലഘട്ടം. ഇനി ഉമ്മ വെട്ടണ്ടെന്ന് പറയും, എൻ്റെ കൈ വേദനിച്ചു എന്ന് പറയുന്ന കാലഘട്ടം. അങ്ങനത്തെ മക്കൾ വളർന്ന് വലുതായപ്പോൾ സ്വന്തം കാലിലേക്ക്, പാലിന്റെ അടിഭാഗത്ത്, കാലിന്റെ ഭാഗത്ത് എന്ത് ചെയ്തിരിക്കുക, ബ്ലേഡ് കൊണ്ട് ഇങ്ങനെ മുറിവുണ്ടാക്കി മുറിഞ്ഞ് രക്തം ഇങ്ങനെ അല്പാൽപമായി പൊടിയുന്ന സ്ഥലത്തേക്ക് പുകയില ചേർത്ത് വെച്ചിട്ട് ഷോക്സ് ഇട്ട് ദമ്മ് ചെയ്ത് ഷൂ ഇട്ട് വെച്ചിട്ട് ദം ബിരിയാണി എന്ന് പറയുന്ന പോലെ കാല് നല്ല റാഹത്താക്കിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക.
അപ്പോൾ ക്ലാസ്സിൽ പോയിരിക്കുമ്പോൾ നല്ല തിരിയും, റാഹത്തായിട്ട് A+B² എല്ലാം തിരിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ തലമുറ. ഇതാരാ? 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടികൾ, 9ാം ക്ലാസ്സിൽ 14 വയസ്സുള്ള പെൺകുട്ടികൾ, മുസ്ലിം പെൺകുട്ടികൾ. ഇതൊക്കെ പറയണ്ടേ സഹോദരങ്ങളെ? അവരിത് ചെയ്യരുതെന്ന് പറഞ്ഞു കൊടുക്കേണ്ടത് പിന്നെ ആരാ? അലിമീങ്ങളല്ലേ, ഉലമാക്കളല്ലേ? അവരവരുടെ ദൗത്യം പറയണ്ടേ? പണ്ഡിതന്മാർ ദീൻ പറയാതിരിക്കുന്ന ഒരു കാലഘട്ടം വന്നാൽ എവിടേക്കാണ് ലോകം എത്തിപ്പോകുക? അവർക്ക് ദീൻ പറയേണ്ടതാകുന്ന സാഹചര്യം ഉണ്ടാക്കേണ്ടത് ഈ പരിശുദ്ധമാക്കപ്പെട്ട ദീനിന്റെ വക്താക്കളായി നിലകൊള്ളുന്ന, നാട്ടിലെ ദീനനുസരിച്ച് ജീവിക്കുന്ന സ്വാലിഹീങ്ങളായ ഉമറാക്കളാണ്. നിങ്ങളും ഇത്തരത്തിലുള്ളതാകുന്ന ഒരു കാലഘട്ടത്തിന്റെ ചിന്ത വെച്ചുകൊണ്ട് നിലകൊണ്ടാൽ എവിടേക്കാകും ലോകം എത്തിച്ചേരുക? അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നബിതങ്ങൾ ആശങ്കപ്പെട്ട യുഗത്തിലേക്ക് നമ്മൾ എത്താൻ. നന്മ കൊണ്ട് കൽപ്പിക്കാൻ ആളില്ല, തിന്മ കൊണ്ട് വിരോധിക്കാൻ ആളില്ല. നന്മ കൊണ്ട് കൽപ്പിക്കുന്നവനെ തടയുന്ന കാലഘട്ടം. പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോകുന്നവനെ പകുതിക്കിട്ട് പിടിച്ചിട്ട് ഇന്ന് നീ ജുമായ്ക്ക് പോകണ്ടണ, നമുക്ക് റിലീസിന്റെ പടം ഇറങ്ങിയിട്ടുണ്ട്, നിന്റെ പൈസ ഞാൻ എടുത്തുകൊള്ളാമെന്ന് പറഞ്ഞ് തിയേറ്ററിലേക്ക് കൊണ്ടുപോകാൻ വെമ്പൽ കൊള്ളുന്ന യുവാക്കളുള്ള കാലഘട്ടം. സിനിമ കാണിക്കാൻ കൊണ്ടുപോവാ വേണമെന്ന് പറഞ്ഞ് അവനെ വിളിച്ച് സിനിമയ്ക്ക് കൊണ്ടുപോകാൻ. ഇതാണ് നമ്മുടെ തലമുറ. എങ്ങനെ നമ്മൾ രക്ഷപ്പെടും സഹോദരങ്ങളെ? അള്ളാഹു ഞങ്ങളെ നീ കാക്കണേ അല്ലാ, ഞങ്ങളുടെ തലമുറയെ നീ നന്നാക്കി തരണേ അല്ലാ. ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ബഹുമാനപ്പെട്ടതാകുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, മൻ ശരിബൽ ഖമറാ യൻസിഉ മിൻഹുൽ ഈമാനു കമാ യൻസിഉ ഖമീസഹു മിൻ റഅസിഹി. ആരെങ്കിലും ലഹരി നുണഞ്ഞാൽ, കള്ളു കുടിച്ചാൽ, ഏതെങ്കിലും നിലക്കുള്ളതാകുന്ന ലഹരിയുടെ പദാർത്ഥങ്ങൾ ഉപയോഗിച്ചാൽ ആ സെക്കൻഡിൽ തന്നെ അവനിൽ നിന്ന് ഈമാൻ ഊരപ്പെട്ടു പോകുമേ. കമാ യൻസിഉ ഖമീസഹു മിൻ റഅസിഹി. അവനിട്ടിരിക്കുന്നതായ നിസ്കാരക്കുപ്പായം, നീളക്കുപ്പായം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് ഊരിക്കാണിച്ചിട്ട് പറയുകയാണ്, തലവഴി ഇത് ഊരിപ്പോകുന്നത് പോലെ അവന്റെ തലവഴി ഈമാൻ ഊരപ്പെട്ടു പോകുമേ സ്വഹാബ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഈമാനില്ലാതെ കാഫിറായി ചത്തുപോകും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. കള്ളു കുടിച്ചാൽ, ലഹരി നുണഞ്ഞാൽ, ഈ സാധനമൊക്കെ ഇഞ്ചക്ട് ചെയ്തിട്ട് നമ്മുടെ മക്കൾ ഇങ്ങനെ നടക്കുക തേരാപ്പാര. രാത്രി നോക്ക്, നിങ്ങളിപ്പോൾ ഈ വാലൊക്കെ മജ്‌ലിസ് കഴിഞ്ഞിട്ട് ഒരു 12 മണിയാകുമ്പോൾ നോക്കിയാൽ മതി, ഇങ്ങനെ 3 പേരെ വെച്ച് ബൈക്കിൽ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവാൻ. 3 പേരെ ബൈക്ക് വെക്കുന്നതിനല്ല, അത് നിയമവിരുദ്ധമാണ്. നമ്മൾ വാഹനം ഓടിച്ചോ ഗവൺമെന്റ് പറയുന്നതാകുന്ന നിയമങ്ങൾ പാലിച്ച് ഹെൽമെറ്റ് ധരിച്ചിട്ടൊക്കെ ഓടിക്കുക. ചെറുപ്പക്കാരായ ആളുകൾ സ്വന്തം ശരീരത്തെ പോലും ഒരു ഭയപ്പാടുമില്ലാതെ കൊണ്ടുപോകുന്ന കാലഘട്ടം. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എവിടേക്കാണ് നമ്മൾ എത്തിച്ചേരുക? എങ്ങോട്ടാ പോയിക്കൊണ്ടിരിക്കുന്നത്? അള്ളാഹു നമ്മുടെ തലമുറയെ നന്നാക്കട്ടെ. അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്, ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഖംരി അശറത. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലഹരിയുടെ വിഷയത്തിൽ 10 പേരെ ശപിച്ചുവെന്ന് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. ദാദാ ശ്രദ്ധിച്ചോ, ഈ ഹദീസ് ഒന്ന് ശ്രദ്ധിച്ചോ, നല്ലതുപോലെ ശ്രദ്ധിക്കുക. ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ ഏതെങ്കിലും സ്ഥലത്ത് നിന്നിട്ട് ഈ വാള് കേൾക്കുന്ന ആരെങ്കിലും ഒരാൾ ലഹരിയുമായി ഏതെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടിയിട്ട് ഈ ഹദീസ് ഉപകരിക്കും. ശരിക്കും ശ്രദ്ധിച്ചോ. അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാണ്, ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഖംരി അശറത. ലഹരിയുടെ വിഷയത്തിൽ അല്ലാഹുവിന്റെ റസൂൽ 10 പേരെ ശപിക്കുകയാണ്. 10 വിഭാഗം ആളുകളെ അള്ളാന്റെ റസൂല് അവിടുത്തെ ശറഫാക്കപ്പെട്ട നാവ് കൊണ്ട് ശപിച്ചിട്ടുണ്ട്. അള്ളാന്റെ റസൂല് ശപിച്ച വിഭാഗം ആരെന്നറിയുമോ? ഒന്നാമതായി പ്രവാചകനെ ശപിച്ചതായ വിഭാഗത്തെ അനസ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്, ആസിറഹാ വമുഅതസിറഹാ വശാരിബഹാ വസാഖിയഹാ وحاملها والمحمولة إليه والمشتري لها والمشترات له. 10 പേരെ എണ്ണി പറയുകയാണ്. ഒന്നാമതായി ആസിറഹ,
ലഹരി ഉണ്ടാക്കുന്നവരെ അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചുവത്രേ. വീഞ്ഞുണ്ടാക്കുന്ന ആളുകൾ, ലഹരി ഉണ്ടാക്കുന്ന ആളുകൾ, ഈ സാധനമൊക്കെ ഉണ്ടാക്കണമല്ലോ, വെറുതെ ഉണ്ടാകുന്നതല്ല. അപ്പൊ ഇതിന്റെ പിറകിൽ നിന്നുകൊണ്ട് ഇത് ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നതായ ആളുകൾ, അവരെ ആദ്യം ഒന്നാമതായി നബി തങ്ങൾ ശപിച്ചതവരെയാണ്. രണ്ടാമത്തത് മുഅ്തസിറഹ, ഈ ലഹരി ഉണ്ടാക്കാൻ വേണ്ടി നിർദ്ദേശിക്കുന്ന ആളുകൾ, ഓരോരുത്തർക്ക് പൈസ കൊടുത്തിട്ട് നീ അത് ഉണ്ടായിക്കോ എന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ട് ഉണ്ടാക്കിക്കുന്നതാകുന്ന മുതലാളിമാർ, അവരെയും അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിട്ടുണ്ട്. തീർന്നില്ല, വശാരിബഹ, അത് കുടിക്കുന്നവനെയും അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുകയാണ്. ലഹരി ഇഞ്ചക്ട് ചെയ്യുന്നവർ, MDMAയും LSDയും അടക്കമുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നവർ, മാരകമാകുന്ന ലഹരികൾ സിറിഞ്ച് മുഖേന ശരീരത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്ന യുവാക്കളില്ലേ, യുവതികളില്ലയോ, അല്ലാഹുവിന്റെ റസൂൽ അവരെ ശപിച്ചിരിക്കുന്നു എന്ന് അനസ് റളിയല്ലാഹു അൻഹു. തീർന്നില്ല, വീണ്ടും അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, വഹാമിലഹാ, അത് കൊണ്ടുവരുന്നതായ ഡ്രൈവർമാരെയും അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുന്നു. ഈ സാധനം കൊണ്ടുവരുന്നതായ ഡ്രൈവർമാരുണ്ട്, ബീവറേജിലേക്ക് സാധനം എത്തിക്കുന്നവർ, അവിടുന്ന് അങ്ങോട്ട് കൊണ്ട് ഓരോ ഔട്ട്ലെറ്റിലേക്കൊക്കെ ഈ സാധനം കൊണ്ടുപോവുക. സാധനം ഇന്ന് വരെ നമ്മളൊന്നും കുടിച്ചിട്ടില്ല, കാരണം നമുക്ക് ഹറാമാണല്ലോ, ഞാനതുകൊണ്ട് കുടിച്ചിട്ടില്ല. പിന്നെന്താ ചെയ്തത് ഹാജിയാർ ഇത് വണ്ടിക്കകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടേ നടന്നിട്ടുണ്ട്. എന്നാൽ ഹാജിയാർ മനസ്സിലായിക്കോ, നിന്നെ അള്ളാഹുവിൻ്റെ റസൂൽ ശപിച്ചിട്ടുണ്ട്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നീ കുടിച്ചിട്ടില്ലെന്ന് പറയണ്ട, കുടിച്ചില്ലേലും കുഴപ്പമില്ല, ഈ ജോലി ഉണ്ടല്ലോ, നിന്റെ വണ്ടി ഓടിക്കുന്ന പരിപാടി, അത് തന്നെ ഹറാമാ. ഇത് ചുമക്കുന്നവനെയും അള്ളാഹുവിൻ്റെ റസൂൽ ശപിച്ചു. നീ കുടിക്കണമെന്നില്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. തീർന്നില്ല, റസൂലുള്ളാഹി വീണ്ടും പറയുകയാണ്, വൽ മഹ്മൂലത ഇലൈഹി, ആർക്ക് വേണ്ടിയിട്ടാണോ ഇത് നീ ചുമന്നുകൊണ്ട് വരുന്നത്, അവരെയും അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുന്നു. തീർന്നില്ല, റസൂലുള്ളാഹി വീണ്ടും പറയുകയാണ്, മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഹബീബായ നബി തങ്ങൾ അവിടുത്തെ തിരുനാവ് കൊണ്ട്, ശറഫാക്കപ്പെട്ട നാവ് കൊണ്ട് ശപിച്ചതായ അടുത്ത വിഭാഗം ഏതെന്നറിയുമോ? വസാഖിയഹാ, ബീവറേജുകൾ ഔട്ട്ലെറ്റുകളൊക്കെ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്, കള്ള് ഷാപ്പുകളിൽ, ബാർ ഹോട്ടലുകളിൽ വരുന്നതായ ആളുകൾക്ക് ഒഴിച്ചു കൊടുക്കുന്നതായ ആളുകളുണ്ട്, സപ്ലൈ ചെയ്യുന്നവർ. ആളുകൾക്ക് നല്ല റാഹത്തായിട്ട് അജയരെ ചൂടെ കുടിച്ചോ എന്നൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ക്വാർട്ടർ വേണോ? അല്ല, ഐറ്റംസുകളൊക്കെ ഒഴിച്ചു കൊടുക്കാം. സപ്ലൈ ചെയ്യുന്ന ജോലി എനിക്കുള്ളൂ, ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഇന്ന് വരെ കുടിച്ചിട്ടില്ല എന്ന് പറയണ്ട. ഈ സപ്ലൈ ചെയ്യുന്ന പണി തന്നെ ഹറാമാണ്. അവരെ അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിട്ടുണ്ട്. തീർന്നില്ല, ഇത് വിൽക്കുന്നതായ കച്ചവടക്കാരെയും അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുകയാണ്. ചില ആളുകൾ കച്ചവടം ചെയ്യുന്നില്ല, മറിച്ച് ഈ ബാർ ഹോട്ടലുകളൊക്കെ ഷെയർ ചെയ്യുന്നിട്ട് അതിൻ്റെ പൈസ വാങ്ങിച്ച് പോക്കറ്റിലിട്ട് നടക്കുകയാണ്. അങ്ങനെ ഉണ്ടല്ലോ. നമ്മുടെ കൗമിൽപ്പെട്ട തന്നെ വലിയ ഹാജിയാരാണ്, മഹല്ലത്തിൽ അറിയപ്പെടുന്ന വലിയ വലിയ പ്രമുഖരാ. പണിയെന്താ? അത് കൊണ്ടുപോയിട്ട് ഒരു 50 ലക്ഷം രൂപ കൊണ്ടിട്ട് ഇന്ന ഔട്ട്ലെറ്റിലിട്ടേക്കാണ്. ആജിയാരുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് അവിടെ കിടക്കുന്നത്. ആജിയാർ വർഷങ്ങളായിട്ടുണ്ടാക്കിയ സമ്പാദ്യം മുഴുവനും ബാറിൽ കൊണ്ടുപോയിട്ട് ഷെയർ ചേർന്നിരിക്കുക. 4-5 കൂട്ടുകാരുണ്ട്, എല്ലാവരും കൂടി ഷെയർ ചേർന്നിട്ട് ബാറ് നടത്തുകയാണ്. എന്നിട്ട് അതിൻ്റെതാകുന്ന വരുമാനം കൃത്യമായി മാസത്തിൽ കൃത്യമായി കിട്ടുക, അതുകൊണ്ട് തിന്നുക, അരി വാങ്ങുക. വാക്കില സമനിഹ, അതിൻ്റെ പൈസ വാങ്ങിയിട്ട് തിന്നുന്നവൻ, അവനെയും അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുന്നു. അള്ളാഹു നമ്മളെ കാക്കട്ടെ. തീർന്നില്ല, റസൂലുള്ളാഹി പറയുകയാണ്, ഇത് വാങ്ങുന്നവനെയും ക്യൂ നിന്നുകൊണ്ട് ബിവറേജിൽ പോയി വാങ്ങാൻ ഒരുത്തം പോയി, എന്നാൽ കുടിക്കാതിരുന്നാൽ പോലും അത് വാങ്ങുന്ന പണി ഹറാമാണ്. അവൻ അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിട്ടുണ്ട് എന്ന് അനസ് റളിയല്ലാഹു അൻഹു. ആർക്ക് വേണ്ടിയാണ് അപ്പൊ അമ്മമാര് വരടാ ഒരു കുപ്പി വാങ്ങിച്ചു, അപ്പൊ പ്രത്യേകിച്ച് പൈസ കൊടുത്തിട്ട് വാങ്ങിച്ചോ. ഈ വാങ്ങിവിടുന്നവരെയും അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിട്ടുണ്ട്. അനസ് റളിയല്ലാഹു. മനസ്സിലാക്കണം, നിസ്സാര വിഷയമല്ല. ഇതൊക്കെ നമ്മുടെ തലമുറയിൽ ചെറുപ്പനായ ആളുകൾ കല്യാണം വേണ്ടി വിളിക്കുന്ന കൂട്ടുകാരെ, അവന്റെ കൂട്ടുകാരൻ, അത് കുടിക്കുമാരുണ്ട്, ലഹരി ചെയ്യുന്നവരുണ്ട്. അവരുടെ എന്റെ വക ചെലവൊന്നുമില്ല, അങ്ങനെ പൈസ എന്താണ് നമ്മളെ ചുരുക്കി പറഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ പലിശ മാത്രം. ചിലർ പലിശയുടെ വിഷയത്തിൽ കുടിക്കുന്നവൻ, എഴുതുന്നവൻ, സാധിക്കുന്നവൻ, അവൻ പറയാം. അത് മാത്രമല്ല, അള്ളിന്റെ വിഷയത്തിലും തദൈവയാണ്, തന്നെയാണ്.
വാങ്ങാൻ കൊടുക്കുന്നവൻ, ഇതിനാൻ വിടുന്നവൻ, വഴിക്കുന്നവൻ, ബാർബോർഡ് ചെയ്തവൻ, ഈ സാധനം വച്ചുകൊണ്ട് നടക്കുന്ന ഡ്രൈവർമാർ എല്ലാവരും ഭാഗമാണ്. ആരെ ശപിച്ചത്? ഹബീബ് മുഹമ്മദ് മുസ്തഫ. ആരായി പ്രവാചകൻ? ഇവരുടെ ജീവിതത്തിൽ ഒരാളെ പോലും മോശപ്പരം പറഞ്ഞിട്ടില്ല, ഒരു വ്യക്തിയെ പോലും ശപിച്ചില്ല. ഒരു ഭക്ഷണം കൊണ്ട് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നബി ഒന്നും മിണ്ടൂല, അതിന് കുറ്റം പറയില്ല. ഭക്ഷണത്തോട് കുറ്റം പറയാതെ അത്രയേറെ ലോകത്തിന് സ്നേഹം പകർന്ന പ്രവാചകൻ സയ്യിദുനാ റസൂലുള്ളാഹി. അങ്ങനെ പ്രവാചകൻ ഈ 10 പേരെ തന്നെ ആവശ്യിക്കണമെങ്കിൽ എത്രത്തോളം വലിയതായ ശ്രദ്ധിച്ചു. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനി എങ്ങനെയാണ് അള്ളാഹിന് മുന്നേ ഒരുങ്ങേണ്ടത്? അവൻ പഠിക്കണമല്ലോ, നമ്മളാണല്ലോ. ചുറ്റി ഒന്ന് വരിക, ശ്രദ്ധിച്ചു. ഒന്നാമതായി റമദാനിന് വേണ്ടി ഒരുങ്ങേണ്ടത് 3 രീതിയാണ്. അതിന് 2 വിരുദ്ധമായ പ്രവാചകർ പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? ശരീരത്തെ നന്നാക്കേണ്ട മാസമാണ് റജബ്. ശഅബാനോ ഹൃദയത്തെ നന്നാക്കേണ്ട മാസമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. മാസം ശരീരം നന്നാക്കേണ്ട മാസമാണ്. ശഅബാൻ ഹൃദയത്തെ സ്ഫുടം ചെയ്യുന്ന മാസമാണ്. റമളാൻ ആത്മാവിനെ നോമ്പ് പിടിക്കുന്നതിലൂടെ ശുദ്ധീകരണം നടത്തുന്ന മാസമാണ്. വിശുദ്ധമായ നബിയുനാ റസൂലുള്ളാഹി. എങ്ങനെയാണ് ശരീരത്തെ നന്നാക്കുക? ശരീരത്തെ എങ്ങനെ നന്നാക്കേണ്ടത്? നല്ല കുമന്തിയും കീഴ്പൊട്ട കഴിച്ച്, നല്ല മീൻപിയണയെ കഴിച്ച്, അങ്ങനെയാണോ? എങ്ങനെയാണ് നടക്കുന്നത്? റജബ് ശരീരം നന്നാക്കണോ പറഞ്ഞു. എങ്ങനെ നന്നാക്കണം? ശരീരം കൊണ്ട് നിർവഹിക്കുന്ന ആരാധനകർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം. ആ നിസ്കാരത്തെ ഗൗനിക്കേണ്ടത് ശ്രദ്ധ. കാരണം റജബിന്റെ അവസാന വാരത്തിനാണ് ഈ നിർബന്ധമായത്. നിസ്കാരം നമുക്ക് നിർബന്ധമായത്. അള്ളാഹുവിനെ തിരിച്ചു വരുമ്പോൾ പ്രവാചകർക്ക് സമ്മാനമാണ് ഈ നിസ്കാരം. ഈ നിസ്കാരത്തെ കൃത്യമായി ശ്രദ്ധിക്കാൻ റമദാനിൽ വരുമ്പോൾ RSP സ്പെഷ്യൽ പാർട്ടി എന്ന് റമദാനിൽ മാത്രം പോകാൻ, പിന്നെ പിന്നെ അടുത്ത റമദാൻ വരണം. റമദാനിൽ മാത്രം നിസ്കാരം, റമദാനിൽ മാത്രം ഇബാദത്ത്, റമദാനിൽ മാത്രം അല്ല. അത് 5 വക്ത് നമസ്കാരം റമദാനിലും അല്ലാത്തപ്പോൾ മുസ്ലിം പള്ളിയുടെ മിനാരങ്ങളിൽ കേൾക്കുമ്പോൾ ആദ്യ വക്തിന് കൃത്യമായി നമസ്കാരം നിർവഹിക്കുന്ന ഏത് മുസ്ലിം സഹോദരൻ അവർക്ക് തീർച്ചയായും രക്ഷയാണ്. അതാണ് റമദാൻ കൊണ്ട് വിജയിക്കുക. റമദാൻ തന്നെ പള്ളി اللهم اجعل هذا الشهر شريفا عظيما رمضان شهيدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഈ പരിശുദ്ധമാക്കപ്പെട്ടതായ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നതായ മാസമാക്കി തരണേ അല്ലാഹ്. ഈ റമദാനെ ഞങ്ങൾക്ക് അനുകൂലമാക്കരുത് അല്ലാഹ്, ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷ്യമാക്കണേ അല്ലാഹ്. ഓരോ മുസ്ലിം കണ്ടമിടയിൽ ദുആ ചെയ്യാറുള്ള സമയമാണ്. എങ്ങനെയാണ് നമുക്ക് അനുകൂലമാക്കുക? എങ്ങനെയാണ് നമുക്ക് പ്രതികൂലമാക്കുക? റമദാനിന് തൊട്ട് മാസങ്ങൾക്കും റമദാനിനുള്ള വിളംബരം അല്ലാഹുവിന്റെ റസൂൽ നടത്തിയാണ്. റജബ് മാസം കടന്നു വരുമ്പോൾ ഞങ്ങൾ ആയിരുന്നു റജബിനും ശഅബാനും ഞങ്ങൾക്ക് എത്തിക്കണേ അല്ലാഹ്. ഇത് ദുആ ചെയ്യാത്ത ഖതീബുമാരില്ല, ഇത് ദുആ ചെയ്യാത്ത പള്ളികളിലെ മിമ്പറില്ല, മിഹ്റാബില്ല. 1 മാസമായിട്ട് പ്രാർത്ഥനയാണ്. നല്ല പ്രിയപ്പെട്ട മുസ്ലിമേ, ഒറ്റ സുന്നത്ത് നമസ്കരിച്ച ആളുകൾക്ക് ശേഷം അല്ലാഹുവിനോട് ഈ ദുആ 10 വട്ടം ചോദിച്ചവരാണോ നമ്മൾ? 10 വട്ടം വായിച്ചിട്ടുണ്ടോ? ഒന്ന് ചിന്തിക്കുക. അല്ലാഹുവിനോട് പ്രച്ചബ്ബേ, പരിശുദ്ധ റജബും ശഅബാനും ബറക്കത്ത് ചൊരിയണേ. പുണ്യമായ റമദാൻ, ശുദ്ധമായ റമദാനിന്റെ പിറവന്ന് ആ നരകത്തിന്റെ വാതിലുകൾ അടയ്ക്കുന്ന ഘട്ടമാണ്. തീർന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും പറയുകയാണ്, വസുഫിദതിശ് ശയാതീൻ സഹാബാ. ആ മാസത്തെ പരമാവധി മുതലാക്കണേ, അമലുകൊണ്ട് മുതലാക്കണേ. കേവലം ഒരു നന്മ ചെയ്താൽ, ഒരു സുന്നത്ത് അനുഷ്ഠിച്ചാൽ ഒരു ഫർദിന്റെ കൂലിയാണ്. ഒരു ഫർദ് ചെയ്താൽ 70ഉം 700ഉം 7000ഉം 7 ലക്ഷവും 7 കോടിയും വരെ എത്തുന്ന നിലയിലേക്ക് അവന്റെ ഇഖ്ലാസിന്റെ വലിപ്പമനുസരിച്ച് അള്ളാഹു പ്രതിഫലം നൽകുന്ന നാളാണ്. വലിയ പ്രതിഫലം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വളരെ ശ്രേഷ്ഠമായ മാസം.
ആ മാസത്തെ ഉപയോഗപ്പെടുത്തണം. കാരുണ്യം ചൊരിയുന്ന മാസം, മഗ്ഫിറത്ത് നൽകുന്ന മാസം, നരകീയ മോചനം നൽകുന്ന മാസം. അവസാനത്തെ 10 മാത്രമല്ല നരകീയ മോചനം, എല്ലാ രാത്രിയിലും കോടിക്കണക്കിന് ആളുകളെ നരകത്തിൽ മോചിപ്പിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ടാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച പ്രാർത്ഥന. നമ്മുടെ ഖതീബുമാർ തറാവീഹ് നമസ്കരിച്ചിട്ട് 2 കൈകളും അല്ലാഹുവിലേക്ക് ഉയർത്തിയിട്ട് ദുആ ചെയ്യുമല്ലോ, അല്ലാഹുമ്മ ഇന്നലക ഫീ കുല്ലി ലൈലത്തിൻ മിൻ ലയാലി ശഹ്രി റമളാൻ ഉതഖാ വതുലഖാ വഖുലസാ വഉമനാ من النار اجعلنا من عتقائك وطلقائك وخلصائك وأمنائك من النار. അല്ലാഹുവേ, പരിശുദ്ധമായ ഈ റമദാനിന്റെ എല്ലാ രാത്രികളിലും നിനക്ക് നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതായ ധാരാളം ആളുകളുണ്ടല്ലോ റബ്ബേ, ആ കൂട്ടത്തിൽ എന്നെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഇജ്അൽനാ മിൻ ഉതഖായിക വതുലഖായിക വഖുലസായിക വഉമനായിക മിനന്നാർ. നരകത്തെ തൊട്ട് നിർഭയത്വം കൊടുക്കുന്ന, നരകത്തെ തൊട്ട് ഒഴിവാക്കുന്ന, നരകത്തെ തൊട്ട് പരിപൂർണമായി എഴുതിത്തള്ളുന്ന, നരകത്തെ നിന്ന് പിരടിയെ മോചിപ്പിക്കുന്ന വിഭാഗത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ, നീ ഉൾപ്പെടുത്തണേ അല്ലാ. ഓരോ വിശ്വാസിനികൾ കണ്ടമിടറിക്കൊണ്ട് പടച്ച റബ്ബിലേക്ക് ദുആ ചെയ്യുന്ന മാസമാണ് വിശുദ്ധമായ റമളാൻ. റമളാനിന്റെ രാത്രിയിൽ കോടാനുകോടി ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കും. അല്ലാഹു കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അത് കിട്ടണമെങ്കിൽ റജബ് മുതൽക്ക് തുടങ്ങണം. റജബ് കഴിഞ്ഞപ്പോൾ ഷാബാൻ ലാസ്റ്റായി ഉസ്താദ്, ഇനി 10 ദിവസം തെല്ലാനില്ല, 10 ഇല്ല, പറഞ്ഞ ദിവസങ്ങളേ ഉള്ളൂ. 8 ദിവസം കഴിയുമ്പോൾ, ഒരാഴ്ച കഴിയുമ്പോൾ റമളാൻ ഇങ്ങ് വരികയാണ്. മിക്കവാറും മാർച്ച് 2-നാകാൻ ചാൻസ് കൂടുതലാണ്. കാരണം 29 വരിക മാർച്ച് 1-നാണ്. അന്ന് പിറ കാണാൻ ചാൻസ് കൂടുതൽ. അന്ന് കണ്ടാൽ പിറ്റേ ദിവസം 2 മാർച്ച് 2 ഞായറാഴ്ച നോമ്പ് 1 ചാൻസ് കൂടുതലാണ്. അള്ളാഹു റമളാൻ നമ്മളിലേക്ക് എത്തിക്കുമാറാവട്ടെ. വേണ്ട രീതിയിൽ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കാൻ തൗഫീഖ് നൽകട്ടെ. അങ്ങനെയെങ്കിൽ വളരെ കുറഞ്ഞ ദിവസങ്ങളെ ഇനിയുള്ളൂ, കുറഞ്ഞ മണിക്കൂറുകളേ ഉള്ളൂ. നന്നാവാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. നിസ്കാരങ്ങളെയൊക്കെ ഒന്ന് ചിട്ട വെക്കണം. ഫർള് നമസ്കാരങ്ങൾ നിർബന്ധമായി ശ്രദ്ധിക്കണം. അൽഹംദുലില്ലാഹ്, നമ്മുടെ ജമാഅത്ത് പഴയ കാലത്ത് മുതൽ തന്നെ നമസ്കാരത്തിന്റെ വിഷയത്തിൽ വളരെ ഗൗരവമായി ചിന്തിക്കുന്നവരും പ്രവർത്തിക്കുന്നവരുമാണ്. അതിൽ വലിയ സേവനം ബഹുമാനപ്പെട്ടതാകുന്ന മർഹൂം ഖൊയാ മൗലാന നവ്വറല്ലാഹു മർഖദ അവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അല്ലാഹു അവർക്ക് ഖബർ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. വലിയ നിസ്സീമമായ പ്രവർത്തനം ആ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ആളുകൾ നന്നാവാനും ഈ നാട്ടിലുള്ള ആളുകൾക്ക് ദീനീ ചൈതന്യം ഊട്ടിയുറപ്പിക്കുവാനും കാരണമായിട്ടുണ്ട്. അല്ലാഹു കബൂലാകുമാറാവട്ടെ. അവരെ നേതൃത്വം വന്നതാകുന്ന ആ ആശയം, ആ പരിശുദ്ധമാക്കപ്പെട്ട ദീനി ചൈതന്യം അത് കളയാതെ മുറയാതെ, അത് ഒരു തരി പോലും കുറയാതെ നിസ്കാരം കറക്റ്റായി ചിട്ടക്കണം. ഒരു ഒന്നാമത്തെ ഇബാദത്താണെന്നല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച പരിശുദ്ധമായ ശരീഅത്തിൽ നമുക്ക് കൈമാറുന്ന ഏറ്റവും മഹനീയമായ ആദർശം, അഫ്ളലുൽ ഇബാദാത്തിൽ ബദനിയ്യ കുല്ലിഹാ, ഏറ്റവും മഹനീയമായ ഇബാദത്ത് നിസ്കാരം. അത് കളഞ്ഞിട്ട് ഒരു പരിപാടിയും വേണ്ട. ബാങ്കുലി ആചരണം, അതാണ് യഥാർത്ഥ മുസ്ലിം. ഇദാ നൂദിയ ലിസ്സലാ من يوم الجمعة فاسعوا إلى ذكر الله. പരിശുദ്ധമായ ജുമഅയ്ക്ക് വേണ്ടിയുള്ള പ്രയാണമാൽ അല്ലാഹുവിന്റെ ദിക്റിലേക്ക്, അല്ലാഹുവിന്റെ സ്മരണയിലേക്ക് നിങ്ങൾ ധൃതി കാണിക്കണേ. വദറുൽ ബൈഅ, നിങ്ങൾ ബിസിനസിന്റെ സാമ്രാജ്യത്തെ ഉപേക്ഷിക്കണേ എന്ന് വിശുദ്ധമായ ഖുർആൻ അല്ലാഹ് പറഞ്ഞതാണ് മുസ്ലിമിന് ഏറ്റവും അഭികാമ്യം. അല്ലാഹുവും റസൂലുമാണ് ഏറ്റവും, അത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളൂ. അല്ലാഹുവിന്റെ ഖുർആൻ പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഊതി പറയുന്നു, പള്ളിയിൽ നിന്ന് ബാങ്ക് മുഴങ്ങിയ അപ്പയിടണ ഷർ. നിങ്ങൾക്ക് ഏറ്റവും കരണീയമായ അമൽ, ഏറ്റവും നല്ല പണി അതാണ്. ബാങ്ക് വിളിച്ച ഉടനെ കൃത്യമായി അധികാരം നൽകി പള്ളിയിലേക്ക് വരലാണ് ഏറ്റവും ഉത്തമമെന്ന് വിശുദ്ധമായ ഖുർആൻ. നല്ല വർത്താനം.
ഫർദ് കഴിഞ്ഞിട്ടേ ഉള്ളൂ, അത് പ്രത്യേകം ഗവനിക്കണം. ഞാൻ വീണ്ടും കൊടുക്കണം, ഫർദ് ഇല്ലാത്തവൾ പറയാനില്ല, വേഗം പോലെ സദസ്യം ഫർദ്ക്കാരില്ലാത്തവനെ ഖലീ വരും കഴിഞ്ഞിട്ടുണ്ട്. മുസ്ലിമല്ല, മുഅ്മിനിന്റെയും കാഫിറിന്റെയും ഇടയിലുള്ള ആകെയുള്ള ഐഡന്റിറ്റി സയ്യിദുനാ റസൂലുള്ളാഹി. അതില്ലെങ്കിൽ പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവല്ലോ, ലാ സലാത്ത് ലിജാരിൽ മസ്ജിദി ഇല്ലാ ഫിൽ മസ്ജിദി. പരിസരങ്ങൾ വസിക്കുന്ന മുസ്ലിമേ മുസ്ലിമത്തെ പള്ളിയിലല്ലാതെ നമസ്കാരമില്ല. പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ സഹോദരാ, എന്റെ ശബ്ദം കേൾക്കുന്ന പൂന്തറ ജമാഅത്തിലുള്ള വിശ്വാസികൾ കേൾക്കേണ്ട പാഠമാണ് ലാ സലാത്ത് ലിജാരിൽ മസ്ജിദി ഇല്ലാ ഫിൽ മസ്ജിദ്. പുരുഷമായ ചെറുപ്പക്കാരെ യുവാക്കളെ, പള്ളിയുടെ പരിസരങ്ങൾ വസിക്കുന്നതായ അവർ പള്ളിയിൽ തന്നെ നമസ്കരിക്കണേ, അതല്ലാതെ മറ്റു നിസ്കാരമില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഖീല, നബി തങ്ങളോട് ചോദിക്കുകയാണ്, വമൻ ജാറുൽ മസ്ജിദി യാ റസൂലല്ലാഹ്. നബിയേ ആരാണ് പള്ളിയുടെ അയൽവാസി? ആരാണ് പള്ളിയുടെ അയൽവാസി? ഒന്ന് പറഞ്ഞു തരുമോ റസൂലേ? റസൂല് പറയുകയാണ്, അല്ലദീന യസ്മഊന നിദാ ഹയ്യ അലൽ സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ്. നമസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ എന്ന് പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ശ്രവണസുന്ദരമായ ബാങ്കുലികൾ കേൾക്കുന്നുണ്ടോ? ആ ബാങ്ക് കേൾക്കുന്നതായ മുഴുവൻ മുഅ്മിനീങ്ങളും പള്ളിയുടെ അയൽവാസികളാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അവർക്ക് പള്ളിയിലല്ലാതെ നമസ്കാരമില്ല. ലാ സ്വലാത്ത ലിജാരിൽ മസ്ജിദി ഇല്ലാ ഫിൽ മസ്ജിദി. ഈ ബാങ്ക് കേൾക്കുന്ന മുസ്ലിമേ, നിനക്ക് പള്ളിയിലല്ലാതെ നിസ്കാരമില്ല. പഠിക്കണ ഉമ്മത്ത് നമ്മളെ കാക്കുമാറവിടെ. ബാങ്ക് കേട്ടാൽ പിന്നെ ആ ബാങ്ക് കേട്ട് ആ പള്ളിയിൽ പോയി ജമാഅത്തിന് പങ്കുകൊള്ളണം. അത് മുസ്ലിമിന്റെ കടമയാണ്. അല്ലെങ്കിൽ പ്രശ്നമാണ്, അല്ലെങ്കിൽ നരകമാണ്, ഉറപ്പാണ്. നിസ്കാരത്തെയൊക്കെ പിന്തിച്ചാൽ തന്നെ നരകം കിട്ടും. എന്താ പറഞ്ഞത്? നിസ്കാരത്തെ സമയത്തെ തൊട്ട് പിന്തിച്ചാൽ തന്നെ നരകം. കാരണം നിസ്കാരം എന്ന് പറയുന്നത് എപ്പോഴാണ്? സമയബന്ധിതമാണ് നിസ്കാരം. എപ്പോഴെങ്കിലും തോന്നുമ്പോൾ ഒന്ന് നിസ്കരിച്ചിട്ടൊന്നും കാര്യമില്ല. സുബഹിയുടെ നിസ്കാരം പല ആളുകൾ കൊണ്ടുവന്ന് ളുഹറും അസറും മഗ്രിബ് ഇശാവും ഒക്കെ കഴിഞ്ഞിട്ട് ഇശായിന് പള്ളിയുടെ ഒരു കൊലായിൽ വന്നിട്ട് സുബഹി മുതലേക്ക് നിസ്കരിക്കുന്നവരുണ്ട്. ഒരില്ല, നിസ്കാരം കൊണ്ട് ഒരു ഗുണവും ഇല്ല. സ്ഥിരമായി അങ്ങനെ ചെയ്താൽ ആ നിസ്കാരം പൂയില്ല. പഠിച്ചു വെച്ചോ. പ്രത്യേകിച്ച് കച്ചവടക്കാരങ്ങൾ, നിങ്ങളോട് വലിയ ഇഷ്ടമാണ്, സ്നേഹമാണ്. എനിക്ക് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. വളരെ ഗൗരവത്തിൽ നിങ്ങൾ പഠിക്കേണ്ട പാഠമാണ്. നിസ്കാരത്തെ ഗൗരവത്തോടുകൂടി കാണണം. പല ആളുകൾ കച്ചവടക്കാർ അസറിലേക്ക് വെച്ച് ബന്ധിക്കും, അല്ലെങ്കിൽ അസർ കൊണ്ടുവന്ന് മഗ്രിബിലേക്ക് ബന്ധിക്കും, മഗ്രിബ് കൊണ്ടുവന്ന് ഇശായിലേക്ക് ബന്ധിക്കും, ഇശാ എല്ലാം കടയൊക്കെ ഇട്ടിട്ട് ലാസ്റ്റ് പള്ളിയിൽ തന്നെ നിസ്കരിക്കും. പള്ളിയുടെ ഒരു കൊലായിൽ ഫാനും ഒക്കെ ഇട്ടിട്ട് കാര്യമായിട്ട് ഒതുവെടുത്ത് പള്ളിയുടെ ഒരു പരിസരത്ത് വന്നിട്ട് ഇതെല്ലാം കൂടി ഒത്തിയടിക്ക് ജംപ് ചെയ്ത് ഒരുമിച്ച് അടിച്ച് നിസ്കരിച്ചിട്ട് വീട്ടിൽ പോകുന്ന പണി ഇസ്ലാമിട്ടതല്ല, മോമിന് ചേർന്നതല്ല. എന്താ അങ്ങനെ? ആയത്തോതി പറയാൻ വെറുതെ പറയുന്നില്ല. വേറെ എന്റെ വായിന്നൊന്നുമില്ല, വായന പാടുന്ന പരിപാടിയില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فخلف من بعدهم خلف أضاعوا الصلاة واتبعوا الشهوات فسوف يلقون غيا. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പറയുകയാണ്, ഈ ദുനിയാവിലെ നമസ്കാരങ്ങളെ ആളുകൾ കള്ളുകുടിച്ച് വ്യഭിചരിച്ച് സിനിമ കണ്ട് സീരിയൽ കളിച്ച് റീൽസുകൾ കളിച്ചുകൊണ്ട് സമയങ്ങളെ ഹറാമായ തലത്തിലേക്ക് കൊണ്ടുപോകുന്നവരില്ലേ? കണ്ണുകൾ കൊണ്ട് ഹറാമ് കാണുന്നവരില്ലേ? കാതുകൾ കൊണ്ട് ഹറാമ് കേൾക്കുന്നവരില്ലേ? കൈകൾ കൊണ്ട് ഹറാമായ തലത്തിലേക്ക് പിടിക്കുന്നവരില്ലേ? കാലുകൾ ഹറാമായ തലത്തിലേക്ക് നടക്കുന്ന യുവാക്കളില്ലേ, യുവതികളില്ലേ? അവർ നമസ്കാരത്തെ പിടിക്കുന്ന ആളുകളാണ്. അക്രമാശയമായി ബന്ധപ്പെട്ട് നമസ്കാരങ്ങൾ അതിന്റെ സമയത്തെ തൊട്ട് പിന്തിച്ചു കഴിഞ്ഞാൽ സ്വന്തം ശരീരത്തിൽ ഇഷ്ടമുള്ളതാകുന്ന കാര്യങ്ങൾ ചെയ്യാൻ തുനിയുന്നതായ ആളുകളില്ലേ? മോശപ്പെട്ട തരത്തിലേക്ക് ശരീരത്തെ കൊണ്ടുപോകുന്നവരില്ലേ? 24 മണിക്കൂറും താല്പര്യമുള്ളവരില്ലേ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നമസ്കാരത്തെ പാഴാക്കുകയും ആ നമസ്കാരത്തെ പിന്തിച്ച് നമസ്കരിക്കുകയും ചെയ്യുന്ന ആളുകൾ അവരെവിടെ എത്തുമെന്നറിയുമോ? ഫസൗഫ യൽഖൗന ഗയ്യാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിന്റെ ഒരു ചെരിവ് സമ്മാനിക്കുന്ന നബിയാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നരകത്തിന്റെ ഒരു ചെരിവ്, വാദിൻ ഫി ജഹന്നം. അങ്ങനെയാണ് ഇമാമിങ്ങൾ മുഫസ്സിരീങ്ങൾ ഇതിനർത്ഥം പറഞ്ഞത്. ഗയ്യ് എന്ന് പറഞ്ഞാൽ നരകത്തിന്റെ ഒരു ചെരിവാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ.
അല്ലാഹു സംരക്ഷിക്കട്ടെ. മഹാനായ സഈദ് റളിയല്ലാഹു അൻഹുയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിന് വിശദീകരണം പറയുകയാണ്. നമസ്കാരത്തെ പാഴാക്കുന്നു അല്ലാഹുഹ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമെന്നറിയുമോ? അത് നമസ്കാരത്തെ പൂർണ്ണമായി ഉപേക്ഷിക്കുന്നു എന്നല്ല, മറിച്ച് അന്ന സമയത്തെ തൊട്ട് പിന്തിക്കലാണ്. നമസ്കാരത്തിന്റെ അവ്വഖത്തെ തൊട്ട് പിന്തിക്കലാണ്. നിസ്കാരം പൂർണ്ണമായി ഉപേക്ഷിക്കുന്നവർക്ക് നരകത്തിന്റെ ഒരു ചെരുവ് നൽകും. പിന്നെ നിസ്കാരത്തിന്റെ ആദ്യ സമയത്തെ തൊട്ട് പിന്തിക്കാം.